നമ്മൾ ഒരു മതത്തിൽ വിശ്വസിച്ച് ആ മതം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ അതിനെയും പ്രണയം തന്നെ ആയിരുന്നാലും ശരി, അവരാരെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടെന്ന് നമ്മൾ അതുവരെ ഫോളോ ചെയ്തിരുന്ന മതം ഉപേക്ഷിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമോ? ഇപ്പോൾ നമുക്കറിയാം, സാക്കിർ നായിക്കിൻ്റെ ഒരുപാട് പരിപാടികൾക്ക് സാക്ഷിയായവരാണ് നമ്മൾ പല രൂപത്തിലുള്ള വീഡിയോസിലൂടെ. ഈ പരിപാടിയിൽ ഒരു 40-45 വയസ്സുള്ള ഒരു സ്ത്രീയോ പുരുഷനോ സാക്കിർ നായിക്കിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിനൊടുവിൽ അവര് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്ന് പറയുമ്പോൾ സാക്കിർ നായിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുമോ? ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുമോ? അടുത്ത തിരിച്ചിങ്ങോട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങോട്ടുള്ള ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം. പിന്നീട് വലിയ ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണേ, സ്ക്രിപ്റ്റ് ആണേ പുറകില്. അപ്പൊ ഇവർക്കിത് അംഗീകരിക്കും, അതല്ലെങ്കിൽ ഞാൻ മതം സ്വീകരിക്കും എന്ന് പറയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ വരുമ്പോൾ അവര് സാക്കിർ നായിക്ക് അതിന് ഉത്തരം എന്ന വണ്ണം എന്തൊക്കെയോ പറയും, എല്ലാം പറയും. ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊഴികെ എം അക്ബറിന്റെ ചോദ്യോത്തര വേദി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ ചോദ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും സാക്കിർ നായിക്ക് പറയുന്നത് എല്ലാം. ചോദ്യത്തിലേക്ക് ഒരിക്കലും വരില്ല, ചോദ്യത്തിലേക്ക് വരാൻ പറ്റില്ല. ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഉത്തരം പറഞ്ഞാൽ ഇവരുടെ മതം പൊളിഞ്ഞു പോകും. മതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യവും മാനവികതയും എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ പ്രണയക്കെണിയും. പ്രണയിച്ചു, അവളോട് വല്ലാതെ അവൻ അഭിരമിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എനിക്ക് വേണ്ടിയാ. നമ്മൾ എന്തുകൊണ്ടാണ് കരളയെ കുറിച്ച് നേരത്തെ കണ്ടെത്താത്തത്? നമ്മൾ എത്രയോ മുന്നേ കണ്ടെത്തേണ്ടതായിരുന്നില്ലേ എന്ന രൂപത്തിലേക്ക് പ്രണയം വഴിമാറും. പിന്നീട് ആ പ്രണയം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പിന്നീട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെന്ന് ആ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് നീ അല്ലാതെ തന്തയില്ല, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കെട്ടണം, എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോകുമെന്ന് പറഞ്ഞ് കാല് പിടിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ഇനി പാരൻസ് എങ്ങാനും ഇവരോട് എതിർത്ത് നിന്നാലോ, വേണ്ട നമുക്ക് ഈ ബന്ധം എന്ന് പറഞ്ഞാലോ, പിന്നീട് എന്താ സംഭവിക്കുക? ഈ പെൺകുട്ടി നേരെ യൂട്ടേൺ അടിക്കും. ഇതുവരെ ഇവളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കെതിരെ ഇവൾ കോടതിക്കൂട്ടിൽ കയറി നിന്ന് അലറി വിളിക്കും, ഇവരെന്നെ കൊല്ലാൻ നോക്കുവാണെന്ന്. അന്നേരം ഇവൾക്ക് മനസ്സിലാകില്ല ആരാണ് ശരിക്കും കൊല്ലാൻ നോക്കുന്നത് എന്ന്. മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി അടുക്കണം, അനുഭവങ്ങൾ വേണം. ആ പ്രണയം വിവാഹത്തിലേക്ക് വഴിമാറിയാലായി, അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ. ശരി, യോജിച്ച് പോയി കഴിയുമ്പോഴാണ് അയ്യോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനുമുള്ള മാതാപിതാക്കളെ ആണല്ലോ ഞാൻ അകറ്റിയത്. ഇനി അവരിലേക്ക് ഞാൻ എങ്ങനെയാ ബന്ധം സ്ഥാപിച്ച് ചെല്ലുക? ഞാൻ അവരെ ചാലഞ്ച് ചെയ്ത് തിരഞ്ഞെടുത്ത പ്രണയബന്ധമാണല്ലോ ഇത്. ഇതിനെന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ട് എന്ന് ഇനി എങ്ങനെയാ ഞാൻ എൻ്റെ പേരൻസിനോട് സമ്മതിക്കുക? ഈ ഒരു അവസ്ഥയെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി മാതാപിതാക്കൾ എന്നെ തിരുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവരെ കോടതിക്കൂട്ടിൽ കയറ്റി നിർത്തിയതല്ലേ? ഈ ഒരു അപകർഷതാബോധമാണ് പെൺകുട്ടികളുടെ മനസ്സിലുണ്ടാവുക. പിന്നീട് എന്ത് സംഭവിച്ചാലും ശരി, നമ്മളായി തിരഞ്ഞെടുത്തതാണല്ലോ, സഹിക്കുക, അനുഭവിക്കുക, മറ്റൊരു മാർഗവുമില്ല എന്ന തലത്തിലേക്ക് എത്തും. ഒടുവിൽ 35 കഷ്ണമായി ഫ്രിഡ്ജിനകത്തിരുന്ന് വിശ്രമിക്കും. നമ്മൾ പറയില്ലേ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ആ മധുരമാണ് പിന്നീട് ഈ നെല്ലിക്കയുടെ വിഷയത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പക്ഷെ അത് കാണാനോ അനുഭവിക്കാനോ ഇവരുണ്ടാകില്ല എന്ന് മാത്രം. നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ ചില പോയിന്റുകൾ, അതായത് ഈ മതപരിവർത്തനത്തിന് മുമ്പുള്ള മനപരിവർത്തനം, ഒപ്പം തന്നെ ഈ ബ്രെയിൻ വാഷിംഗ്, കൃത്യമായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു വാക്സിനേഷൻ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതൊക്കെ അത് ഒരു കൃത്യമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. നമ്മളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഇത്തരം പല കേസുകളിലും ആദ്യമേ ഇവർ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ നടത്തുന്നതിന് മുമ്പ്, ഇപ്പം ക്രൈസ്തവരുടെ കാര്യമായിക്കോട്ടെ, ക്രിസ്തീയമായിട്ടുള്ള ചില ഫിസിക്കലായിട്ടുള്ള എലമെന്റ്സ് ഈ പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് അവർ എടുത്തു മാറ്റുന്നു. ഇപ്പം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൊന്ത, ബെന്തിങ്ങ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവികമായിട്ടുള്ള ചില എലമെന്റ്സ് പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു. അപ്പോൾ ഒരു
ആഭിചാരത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത്തരത്തിലുള്ള ചില കെണികൾ ഇവിടെ നടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഈ പറയുന്ന ഐഡിയോളജിക്കൽ ഇഞ്ചക്ഷനേക്കാളും ഒരു ഫാർ ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ പലപ്പോഴും നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഒരു കൗണ്ടർ കൗൺസിലിംഗും ഒക്കെ കൊടുത്തതിന് ശേഷവും വീണ്ടും പല പെൺകുട്ടികളും തിരിച്ച് വേട്ടക്കാരുടെ ഒപ്പം പോകേണ്ടി വരുന്ന ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം സംഭവിക്കുന്നത്? ഫാദർ സെബിൻ. 2021 ഞങ്ങള് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഉപപാഠ പുസ്തകമാണിത്. സത്യങ്ങളും വസ്തുതകളും 33 ചോദ്യോത്തരങ്ങളിലൂടെ. ഇതിൽ 4ാമത്തെ പാർട്ട്, അതിന്റെ ടൈറ്റിൽ തന്നെ ഇതായിരുന്നു, പ്രണയക്കണികൾ ഒരുങ്ങുന്നത് എങ്ങനെ. അത് ഏകദേശം ഒരു 10-30ഓളം പേജ് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത്. ഈ പ്രണയം സംഭവിക്കുന്നത്, അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ്, പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്ന 1ാമത്തെ ഘട്ടം, പരിചയപ്പെടുന്നതിന്റെ 2ാമത്തെ ഘട്ടം, ബന്ധം ദൃഢമാക്കുക എന്നതിന്റെ 3ാമത്തെ ഘട്ടം, 4ാമത്തെ ഘട്ടത്തില് വിവാഹത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതില് 5ാം ഘട്ടത്തിലാണ് വിവാഹ വാഗ്ദാനം, കൈവശം എന്ന് ഞങ്ങൾ പ്രത്യേകം ടൈറ്റിൽ വെച്ചിരുന്നു. അതിന് കാരണം ഇത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ആദ്യം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഈ കൈവശം, ക്രിസ്ത്യാനിയെ എങ്ങനെയാണ് കൈവശം ബാധിക്കുക? പക്ഷെ ഞങ്ങൾ ഡീല് ചെയ്ത കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളിലും ഈ കൈവശം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചില സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നതിലൂടെ ആയിരിക്കാം, ജ്യൂസ് കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാരനെ പ്രണയത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത വിധം ഇവനെ ഗാഢമായിട്ട് പ്രണയിക്കുന്ന തരത്തിൽ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ചില പ്രയോഗങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ട്രോളോ ആയിരിക്കും. എനിക്ക് ട്രോൾ ചെയ്യാനും കുഴപ്പമില്ല, പക്ഷെ ഇത് സത്യമായിട്ടുള്ളൊരു, ഇനി ട്രോൾ ചെയ്യാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഒത്തിരിയേറെ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ, അതിനൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ചിന്ത ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വന്നത്, വരപ്രസാദ അവസ്ഥയിലല്ലാത്ത സാഹചര്യത്തിൽ പിശാച് ഒരു വ്യക്തിയെ കീഴടക്കും, ഒരു വിശ്വാസിയെ കീഴടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനിവർ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? നമ്മളൊരു കാര്യം ഓർക്കണം. ഒരു മതവിശ്വാസി അടിസ്ഥാനപരമായിട്ട് അവന്റെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പോ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റാൻ എന്താണ് വഴി? ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റുക. ഇവർ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കൊന്ത, നമ്മുടെ വെന്തിങ്, അതുപോലെ വിശുദ്ധരുടെ രൂപങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും. 2ാമത്, കുമ്പസാരിക്കാൻ ഇവർ സമ്മതിക്കുകയാണ്. കുമ്പസാരിക്കാൻ ഇവർ യാതൊരു വിധത്തിൽ സമ്മതിക്കുക. നമുക്കറിയാം കുമ്പസാരം എന്ന കൂതാശയിലൂടെ ലഭിക്കുന്ന വരപ്രസാദത്തിന്റെ പ്രസക്തി എന്താണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് പരമാവധി ഇവരെ അകറ്റും. ഇത് ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെയൊക്കെ പള്ളിയോട് ചേർന്ന പരിസരങ്ങളെല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഭൗതിക തലത്തിൽ എന്താണെന്നറിയോ? ഈ പെൺകുട്ടികളെ ക്രൈസ്തവ ഇടങ്ങളിൽ നിന്ന് പാടെ അകറ്റി ഒരു ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ക്രമേണ സോഷ്യലൈസ് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്രണയിതാവിന്റെ സാഹചര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനുള്ള സ്ഥിതിവിശേഷം ഒരുക്കി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു തരം കൈവശ പ്രയോഗം ഇതിന്റെ അകത്തുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അച്ഛന്മാർ പറയും, അല്ലെങ്കിൽ ചില സിസ്റ്റേഴ്സ് പറയും, അൽമായറായിട്ടുള്ളവർ പറയും, ഈ പെൺകുട്ടിയെ വീട്ടിൽ അലമാരിയിൽ ഇന്ന സാധനം ഇരിപ്പുണ്ട്, അത് എടുത്തു കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുക. അത് ഒരുപക്ഷെ ബർത്ത്ഡേക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ആ ഗിഫ്റ്റിന്റെ അകത്ത് ഒരു ഷർട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ കോളറിന്റെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനിത് തുറന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനെതിരെയുള്ള നമ്മളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അതിനെതിരെയുള്ള പ്രതിക്രിയകൾ നമുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, പല മാധ്യമങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. താമരശ്ശേരി രൂപത ക്രൈസ്തവരുടെ സാമൂഹിക ക്ഷേമ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി JB കോശി കമ്മീഷനെ നിയോഗിച്ചപ്പോൾ താമരശ്ശേരി രൂപതയിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടിൽ ഒരു ഭാഗം ഈ ലവ് ജിഹാദ് എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ഇട്ടത്.
കാരണം അന്ന് ഞങ്ങൾ ഏകദേശം 360ഓളം കേസുകൾ ഞങ്ങൾ ഡീൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഹിസ്റ്ററി എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഞങ്ങൾ JB കോശി കമ്മീഷന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പോൾ ഈ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് അവർ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. പക്ഷേ വിവിധ വകുപ്പുകൾക്ക് പഠനത്തിനായിട്ട് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള 274 നിർദ്ദേശങ്ങളിൽ 48ാമത്തെ നിർദ്ദേശമായിട്ട് ആഭ്യന്തര വകുപ്പിന് കമ്മീഷൻ നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ്. ഞാനത് വായിക്കാം. പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംവിധാനം ജാഗ്രത പുലർത്തേണ്ടതാണ്. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടോ എങ്കിൽ അത് തടയുവാനും അങ്ങനെ ചെയ്യുന്നവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസിന് കർശന നിർദ്ദേശം നൽകണം. ഇത് JB കോശി കമ്മീഷൻ വിവിധ വകുപ്പുകൾക്ക് ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. അപ്പോ കമ്മീഷൻ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് കമ്മീഷനോട് പോയി ചോദിക്കാം തെളിവുണ്ടോ എന്ന്. അവർ തെളിവ് തരും. കാരണം അതൊരു ജുഡീഷ്യൽ സംവിധാനം കൂടിയാണല്ലോ. ഇനി ഞങ്ങൾ തന്നെ വിവിധ രൂപതകൾ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അവർ ഇന്റലിജൻസ് വിഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ടാണ് ഈ PFI നിരോധനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ സത്യസരണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ് പൂട്ടിച്ചത്? കാരണം അവിടെ ഈ സംഘടിതമായിട്ടുള്ള മതപരിവർത്തനം നടത്തുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വിവരാവകാശം വെക്കട്ടെ. വിവരാവകാശം വെച്ചിട്ട് ഈ സത്യസരണി പോലെ അല്ലെങ്കിൽ ഈ ഔദ്യോഗികമായിട്ടുള്ള ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രത്തിൽ ഓരോ വർഷവും മതപരിവർത്തനത്തിനായി എത്തിച്ചേരുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് അവരെടുക്കട്ടെ. ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോ ഇത് ഞങ്ങള് എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സമാന്തര പോലീസ് സംവിധാനം ഒന്നും ഇല്ലാത്ത സഭയ്ക്ക്, ഈ സഭാ സംവിധാനങ്ങൾക്ക്, ആത്മീയ നേതൃത്വങ്ങൾക്ക് ഇതിലൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ഒത്തിരി പരിമിതികളുണ്ട്. അതിനാണ് ഞങ്ങൾ ഈ പോലീസ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരവിടാത്തത്? ഞങ്ങൾ ഇവിടെ PC ജോർജ് ഈ വിഷയം പറഞ്ഞു. ഇന്നലെ KCBCയും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റും ഇത് സത്യമാണ്, അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ പിന്തുണച്ചു. അത് ഒരു വർഗീയ പരാമർശമായതുകൊണ്ടല്ല, മറിച്ച് ആ വിഷയം സത്യമാണ് എന്ന് ഇവിടെ സഭാ സംവിധാനത്തിന് അടിയുറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ആരും ഇവിടെ തീവ്രവാദത്തിന് കോപ്പ് കൂട്ടിയിട്ടില്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഏതെങ്കിലും ഒരു മെത്രാനോ ഇവിടെ ഇതര മതസ്ഥരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇതര മതസ്ഥരെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇതര ദൈവങ്ങളിൽ അവർ വിശ്വസിക്കുന്നത് ശരിയല്ല, അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം ഒരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണേണ്ടതാണെന്ന് ഞങ്ങൾ പറയാറുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ചേർത്ത് വെക്കാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇതര സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെ നിർബന്ധമായിട്ട് തട്ടപിടിപ്പിച്ച് ഒരു ഒപ്പരപ്പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടികളെ ഈ തട്ടപിടിച്ച് അവരെ പർദ്ദ തെറ്റിക്കുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഹിന്ദുക്കളോ ഒരു ക്രിസ്ത്യാനികളോ ഇവരുടെ തട്ട മാറ്റിയിട്ട് ഒരു കൊന്ത ഇട്ട് കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു കുറി വരച്ചു കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക്, ഈ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം ഈ ഇതര മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതത്ര നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഈ നോമ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ, സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയാണ്, ഇതാ നോമ്പ് നോക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനികളുടെ നോമ്പ് നോക്കുന്ന സമയമാണ് 50 നോമ്പ്. ഇവിടെ നല്ല അന്തസ്സായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് നോമ്പ് നോക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ക്രിസ്ത്യാനികൾ ആരും സംഘടിതമായിട്ട് വാർത്തയാക്കുന്നില്ല. മറിച്ച് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇതേപോലെ ഒരു ദിവസം മുഴുവൻ നോമ്പ് നോക്കിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ആചാര അനുഷ്ഠാനങ്ങൾ അത് ഏതൊരു വിശ്വാസ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ക്രൈസ്തവ വിശ്വാസത്തിലെയോ ഹൈന്ദവ വിശ്വാസത്തിലെയോ ഈ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ആകർഷിപ്പിക്കാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഒരു കെണിയാണ്. അത് അവരുടെ വിശ്വാസ മേഖലകളെ അവരുടെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമമാണ്. അടുത്ത ഘട്ടം ഞാൻ ഇതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പിന്നെ അടുത്ത ഘട്ടം ഇവര് ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈശോയും ഈസ നബിയും ഒന്നാണ്. ഈശോയും ഈസ നബിയും ഒന്നാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഖുർആൻ എഴുതിയപ്പെട്ടതിനേക്കാൾ ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ക്രിസ്തു എന്ന സത്യദൈവത്തെ അംഗീകരിക്കാത്തത്? ക്രിസ്തു വരും പ്രവാചകനാണെന്ന് മാത്രമല്ല അവർ പറയുന്നുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ 600 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിനെ അവരാരാണെന്ന് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച ബൈബിൾ പറയുന്ന ദൈവത്വത്തെ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല.
എന്നിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഈ കുട്ടികളെ കുഴപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രശ്നം എവിടെയാണെന്നറിയോ? ഞങ്ങൾ ഈ പുസ്തകം ഇറക്കിയപ്പോ ഈ താമരശ്ശേരി രൂപതയിലെ കുറച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് പറഞ്ഞു, ഇത് വലിയ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്, ഇത് ഒരു തരത്തിൽ വർഗീയവാദമാണ് പഠിപ്പിക്കുന്നത്. അവരുടെ കുട്ടിക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരിത് പറയില്ല. അവർക്ക് ഈ പറയുന്ന ആളുകളൊക്കെ സമൂഹത്തിലെ അല്പം പ്രമാണികളും പ്രധാനികളും ഒക്കെയാണ്. അതുകൊണ്ട് അവരുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എങ്ങനെയാണ് ബോധവൽക്കരണം നൽകേണ്ടത്? ഈ മുസ്ലിം സമുദായത്തിൽ ആരാണ് ഈ ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് മറന്നല്ലോ, സക്കീർ ഹുസൈൻ ആണോ അദ്ദേഹത്തിന്റെ പേര്? സക്കീർ നായിക്കും കേരളത്തിൽ ഈ എം.എൻ. അക്ബറും മുഹമ്മദ് ഈസ പോലെയുള്ള ആളുകളും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിൻപറ്റി ഒരുപക്ഷെ ഇവരുടെ ഏതെങ്കിലുമൊക്കെ മതപഠനശാലകളിൽ ഇതേ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാകാം. എന്ത്? ക്രിസ്ത്യൻ കുട്ടികളോടും ഹിന്ദു കുട്ടികളോടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ നിങ്ങൾ ഉത്തരം മുട്ടിക്കണം. അങ്ങനെ ഉത്തരം മുട്ടി കഴിയുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ സംശയം ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ വെടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു രീതിയുണ്ട്. ആ രീതി എന്നെ കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് അറിവ് കൃത്യമായിട്ട് കൊടുക്കുക, വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ കാത്തലിക് അപ്പോളജറ്റിക്സ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നാളെ ഇതിലും രൂക്ഷമായിട്ടുള്ള അപകടം നിങ്ങളുടെയൊക്കെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുമ്പോൾ കരഞ്ഞ് ഞങ്ങളെ പോലുള്ള അച്ഛന്മാരുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കാരണം ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര അപകടം. നമുക്കുമെല്ലാം ലിമിറ്റുകളുണ്ട്. ആദ്യം മക്കളെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. നന്ന് മക്കളുടെ കൂട്ടുകാരാരാണ്, ഏതു മതക്കാരാണ് എന്ന് വരെ നോക്കാനും അതിനെക്കുറിച്ച് ആകുലപ്പെടാനും നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു. അത്തരം വല്ലാത്ത അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കലാലയങ്ങൾ പോലും പോകുന്നത്. ക്യാമ്പസിനകത്ത് നമ്മുടെ മക്കൾ ഫ്രീ ടൈമിൽ, ഇന്റർവെൽ ടൈമിൽ, ലഞ്ച് ടൈമിൽ സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചു നിൽക്കുന്ന സമയത്തൊക്കെ മതം കയറി വരുവാണ്. അത് അപകടകരമായ സാഹചര്യമാണ്. അതിനെ എതിർക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. നന്ദി.